കേരളത്തിൽ നിന്ന് മെഡിക്കൽ മാലിന്യവുമായി എത്തിയ ലോറി വീണ്ടും തമിഴ്നാട്ടിൽ പിടികൂടിയിരിക്കുന്നു. പാലക്കാട് നിന്നും മാലിന്യവുമായി എത്തിയ ലോറി തിരുപ്പൂരിൽ വെച്ച് പിടികൂടുകയായിരുന്നു. 6 മാസമായി ഇവിടെ മാലിന്യങ്ങൾ എത്തിച്ച് കത്തിക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ ആരോപിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഒരു തവണ നമ്മൾ നാണം കെട്ടതാണ് ഈ രീതിയിൽ കേരളത്തിൽ നിന്നും പോയ ഇതേപോലുള്ള മാലിന്യം അവിടെ കൊണ്ടിടുകയും അവിടെ നിന്ന് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് ആവർത്തിക്കപ്പെടില്ല, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇതാ ഇപ്പോൾ പാലക്കാട് നിന്നാണ് ഈ മാലിന്യ വണ്ടി അങ്ങോട്ട് പോയത്. അതും ആശുപത്രി മാലിന്യമാണെന്ന് അറിയുന്നു. എന്താണ് സംഭവം? പ്രജിൻ, നിരന്തരമായി ഇത്തരത്തിൽ കേരളം തമിഴ്നാടിന് മുന്നിൽ നാണം കെടുകയാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏതൊരു വാഹനം വന്നാലും, പ്രത്യേകിച്ച് ലോറികളും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ അത് മാലിന്യ വണ്ടിയാണോ എന്ന് തിരയുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി പലതവണ ഇത്തരത്തിൽ മാലിന്യങ്ങൾ പിടികൂടിയിരുന്നു. ഇത്തവണ പാലക്കാട് നിന്നെത്തിയ ഒരു ലോറിയാണ് രാത്രി പിടികൂടിയിരിക്കുന്നത്. അതും നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞാണ് ഇത്തരത്തിലൊരു ലോറി പിടികൂടിയിരിക്കുന്നത്. ഇത് തിരുപ്പൂരിലെ പല്ലടത്തേക്കാണ് ഈ ലോറി എത്തിച്ചിട്ടുള്ളത്. ഈ പല്ലടത്ത് ഒരു ഫാം ഹൗസ് ഉണ്ട്. ആ ഫാം ഹൗസ് അല്പം ഒരു ഉയർന്ന പ്രദേശത്തേക്കാണ് ഉള്ളത്. ഈ പ്രദേശത്ത് സ്ഥിരമായി ഇവർ കഴിഞ്ഞ 6 മാസമായി മാലിന്യം എത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം നാട്ടുകാർ പലതവണ പോലീസിൽ പറഞ്ഞിരുന്നു. മെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളിലും മറ്റുമൊക്കെ ഇത് വന്നിട്ടുണ്ട്. നിലവിൽ ഇത് സംബന്ധിച്ച് അറിയുന്നത് ഈ ഫാം ഹൗസ് ഉടമയും ഒപ്പം തന്നെ കേരളത്തിലെ ചിലരുമായ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പണം വാങ്ങിക്കൊണ്ട് ഇവിടത്തേക്ക് മാലിന്യം എത്തിച്ച് അവിടെ രാത്രി കത്തിക്കുന്ന ഒരു സാഹചര്യമാണ്, അങ്ങനൊരു സ്ഥിതിയാണുള്ളതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ നാട്ടുകാർ സംഘടിച്ചെത്തി ഈ വണ്ടി തടഞ്ഞു. ശേഷം 3 പേരെ ഈ വാഹനത്തിൽ നിന്നും പിടിച്ചു വെച്ചു. ഇവരെ പോലീസിന് കൈമാറി. ഇതിൽ തമിഴ്നാട് സ്വദേശികളും കേരള സ്വദേശികളും ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും സ്ഥലത്തെ ഹെൽത്ത് അധികൃതരൊക്കെയും എത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ സാന്നിധ്യവുമുണ്ട്. വിശദമായി എത്ര നാളായി ഇവിടെ മാലിന്യം കൊണ്ടുവരുന്നു, ഇത് ആരൊക്കെ തമ്മിലുണ്ടാക്കിയ കരാറാണ്, എന്താണ് വ്യവസ്ഥകൾ, എത്ര പണമാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പ്രജിൻ, എന്നാലും നാണക്കേടാണ് ഈ രീതിയിൽ ഇതേ സംഭവം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത്. എന്തായാലും ആ കരാർ കമ്പനി എന്താണ്, അതുമായി ആരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.